ആദില നൂറ ഫൈസൽ മലബാർ വിഷയത്തിൽ ഫൈസൽ മലബാറിൻ്റെ ഭാഗത്തുനിന്നും ആദില നൂറയുടെ ഭാഗത്തുനിന്നും ഒഫീഷ്യലായിട്ടുള്ള റെസ്പോൺസുകൾ വന്നിട്ടുള്ളത് ഇന്നായിരുന്നു. ആദ്യം ഞാൻ നോക്കുമ്പോൾ ഫൈസൽ മലബാർ ഒരു പോസ്റ്റിനടിയിൽ ഇട്ടൊരു കോമെൻറ്റ് പിൻ ചെയ്ത് വെച്ചതായിട്ടുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ അത് ഒഫീഷ്യലി ഫൈസൽ മലബാറിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഒരു പോസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. പക്ഷേ എനിക്കത് അത്ര വ്യക്തമായിരുന്നില്ല. ഇനി ഇതിൽ വ്യക്തമാവുമോ നമുക്ക് നോക്കാം. കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. നല്ലത്, അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടല്ലോ. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെൻറ്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഈ പറഞ്ഞ ആൾ തന്നെയാണ് അവരവരുടെ പാരൻസിനെ നിഷേധിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. അടുത്തത്, ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിൻ്റെയും ബഹുമാനം ഏതൊരു മത പരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും എഴുതി കൊടുത്ത് ഇങ്ങേരെ വാക്കുകളാവാൻ വഴിയില്ലടേ. ഇതൊക്കെ ആരൊക്കെയോ PR ടീം അഗെയിൻ ഇത് കഷ്ടപ്പെട്ട് 2-3 ദിവസം ഇരുന്ന് എഴുതി വിട്ട് ടൈപ്പ് ചെയ്തൊരു സാധനം. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലുണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശ്യത്തിലുണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ചടങ്ങ് വളരെ ഹാപ്പിയായി വെക്കടാ ഇതുക്ക് മുകളിൽ ഒന്നെന്ന് പറഞ്ഞ പോലെ വേറൊരു പ്രമുഖൻ്റെ ഹൗസ് വാമിങ്ങിനേക്കാൾ മുകളിൽ നിൽക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹവും ത്വരയും അതിൻ്റെ ഒരു വാശിയും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ നിന്നു, വിവാദത്തിൻ്റെ പേരിൽ നിന്നു. അത് പ്രതീക്ഷിച്ചതിലുമപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെൻറ്റും ഉയർന്നുവെന്നും അത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നുമുണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അവർ സമാധാനത്തോടെ അവരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. ഇതിപ്പോൾ ഫൈസൽ മലബാർ മറ്റേ പരിപാടി ഏത്, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. എന്നാൽ അവരെ നിങ്ങൾ ഹരാസ് ചെയ്യരുത് എൻ്റെ പേര് പറഞ്ഞ്. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായിരുന്നു നിലപാട് എന്നുള്ളത് ഇതിലും വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് വന്നിട്ട് ഞാൻ ഒരു ഭയങ്കര സംഭവമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ആദില നൂറയെ എന്ത് ചെയ്യരുത്, ഹരാസ് ചെയ്യരുത്. ഇതെന്താ വീണ്ടും ഇട്ട് കൊടുക്കലാണോ? എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. മനസ്സിലായോ? അടുത്തത് ഇതിൻ്റെ ബാക്കി കൂടി നോക്കാം. ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ മൂല്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച, കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അതായത് ഇത് എല്ലാവരോടും കൂടി ഉള്ളൊരു മാപ്പ് പറച്ചിലാണ്, അല്ലാതെ ആ കുട്ടികളോടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന ടോണാണ് ഇതിനകത്ത് ഫൈസൽ മലബാർ എഴുതി വെച്ചിട്ടുള്ളത്. ഫൈസൽ മലബാർ എഴുതി വെച്ചു എന്ന് ഞാൻ പറയാൻ കാരണം അയാളുടെ പോസ്റ്റായിട്ട് അയാളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടാണ്. എഗെയിൻ ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഇത് ഫൈസൽ മലബാറിൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ ആ വ്യക്തി എഴുതിയതോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എഗെയിൻ ആ PR ഗിമിക്ക്, അത്ര ഇതിന് പറയാനുള്ളൂ. അതായത് അവിടെ ഇവിടെയും തൊടാതെ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസമാണ് ഫൈസൽ മലബാറിനെതിരെ ഒരുപാട് പേര്, ഇപ്പം ഞാനടക്കം ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് ബോക്സിലായിട്ടും അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ ഇട്ടിട്ടായിട്ടും അവനാൽ കഴിയുന്ന രീതിയിൽ ഫൈസൽ മലബാർ പറഞ്ഞ കാര്യത്തിന് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഫൈസൽ മലബാർ ഇത്രയും ദിവസം എടുത്ത്
ഈ ഒരു കുറിപ്പ് തയ്യാറാക്കി വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്യാപ്സ്യൂൾ എഴുതി വിടാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ സൈലൻസ് തന്നെയായിരുന്നു ബെറ്റർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതങ്ങനെ ഒരു പോസ്റ്റായിട്ടൊരു സൈഡിലുണ്ട്. ഇനി ഇത് ഏറ്റുപിടിച്ച് എടുത്തു കൊണ്ട് നടന്ന് ഫൈസൽ മലബാർ പൊളി പുലി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഫൈസൽ മലബാറിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ട് പോവുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പേഴ്സ്പെക്റ്റീവിൽ എന്നെ വിമർശിക്കാനും ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എന്നെ വിമർശിക്കുന്നവരോടൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാർ എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം ട്രാവലിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കാറാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത സമയത്ത് ഇതേപോലെ കാറിൽ അല്ലെങ്കിൽ റൂമിലിരുന്ന് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു സർക്കാസമായിട്ട് കാറിലിരിക്കുന്നവൻ എന്ന് പറയുന്നതിന് പകരം സീക്രട്ട് ഏജൻറ്റോ സായി കൃഷ്ണനോ എൻ്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചോ, അത് ഉപയോഗിച്ച് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളെ എവിടെയും കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകാനോ ഞാൻ നിൽക്കാറില്ല, നിന്നിട്ടുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് സീക്രട്ട് ഏജൻറ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫിറ്റിങ്സ് മുന്നിലോ പിന്നിലോ ചേർത്തോ, എന്നാലും വിഷയമുള്ള കേസൊന്നുമില്ല. ഈ കാറിലിരിക്കുന്നത് എന്തോ ഇല്ല തെറ്റായിട്ടൊക്കെ സംസാരിക്കുന്ന പലരെയും ഞാൻ കണ്ടു. അവരൊക്കെ അവിടെ പുറത്ത് കാർ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവന്മാരാണ്. അതാണ് ഏറ്റവും കോമഡി. തൊഴിലേ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവറായിട്ടുള്ള തൊഴിൽ അത്രയും മാന്യമായിട്ടുള്ളൊരു തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാറിനകത്തായി ഇരിക്കുക, ഫുൾ ടൈം കാറിനകത്തായിരിക്കും. എന്നിട്ട് കാറിനകത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് തരം സ്റ്റാൻഡാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പ്രത്യേകതരം മലബാർ ഫൈസലിനെ വെളുപ്പിക്കാൻ ഇറങ്ങുന്ന മതപ്പുട്ടി എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു ഐറ്റമാണത്. ഇനി അടുത്തത് ആദില നൂറ. അവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു റിഗാർഡിങ് ഫൈസൽ മലബാർസ് ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. We were invited to Faisal Malabar's house warming. Okay, we were invited to Faisal Malabar's house warming. Clear alle? Invited aanu. And we attended with respect and goodwill. Not as influencers, not for payment, not for publicity. Very clear. Very, very, very clear. We went because an invitation was personally extended to both of us and we believed it came from a place of kindness. ശരിയാണ്. അതായത് അവരെ പേഴ്സണലി ആരാണോ ഫൈസൽ മലബാർ ഈ ടാസ്ക് ഏൽപ്പിച്ച് അവർ വളരെ പൊളൈറ്റ്ലി അല്ലെങ്കിൽ അവർ വളരെ എന്താ പറയുക ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് ഇവരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാട്ട് അവർ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫൈസൽ മലബാർ ആദ്യം ഉന്നയിച്ച കാര്യം ആര് ഇവരെ ക്ഷണിച്ചു എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ക്ലിയർ ആയല്ലോ. അടുത്തത്, at the event we were welcomed warmly. Our names were called out, photos were taken, and we were treated with genuine hospitality. There was never any indication that our presence was an issue or that we were unwanted. ശരിയാണ്. ഫൈസൽ മലബാർ അടക്കമുള്ളവർ സ്റ്റേജിൽ അവിടെ നിന്ന് മൈക്ക് കൊടുത്ത് സംസാരിപ്പിച്ച് അതിനുശേഷം ഫുഡ് കഴിച്ച് ഫൈസൽ മലബാറിൻ്റെ വീട്ടിലുള്ള ഒരുപാട് പേര് അവിടെ ഫോട്ടോസ് ഇവരെ എപ്പം എടുത്ത് അങ്ങനെയാണ് അത് മുന്നോട്ട് പോയത്. But the next day seeing a public statement implying that inviting two girls was a mistake and the accepting us sends a wrong message to society was deeply disappointing. Okay, ഇനി അടുത്തത്, we want to make one thing very clear. We did not force ourselves into anyone's home. We did not attend uninvited. We did not disrespect any space or any person. ശരിയാണ്. അവർ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ടില്ല. അവരെവിടെയും ഒരു സ്ഥലമുണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ രണ്ട് സ്ത്രീകളെ അല്ലെങ്കിൽ രണ്ട് ഗേൾസിനെ ഞാൻ മിസ്റ്റേക്കായി വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ ആ ഒരു സ്റ്റേജാണ് അവരവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വി സിംപ്ലി ഷോഡ് അപ്പ് ആസ് ഹൂ വി ആർ, ടു ഹ്യൂമൻ ബീങ്സ് ലിവിങ് അവർ ട്രൂത്ത് വിത്ത് ഡിഗ്നിറ്റി in our existence, challenging outdated ideas, then let it. If our presence makes someone uncomfortable, that is their reflection, not ours. Love is not a moral crime. Living honestly is not a social treatment, and no apology is needed for bringing who we are. To everyone who stood with us, showed us love, and raised their voice when things were unfair, thank you from the bottom of our heart. Your support gave us strength and your kindness reached us
louder than any hate. The original write up that hurt us was taken down and a new message was posted. We appreciate the correction and we hope it remains everyone of a simple truth. See people as human beings, not through the lens of caste, religion, gender, or identity. Humanity and respect should always come first. We will continue to live with love, pride, and honestly, and we hope the world continues to choose kindness over discrimination. നൂറ എൻ്റെ അതില്ല ഇതിൽ അവർ ഭയങ്കര ഇമോഷണലി പറയാൻ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര ഇമോഷണലി ആ വേർഡ്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളൊരു ബേസിക് കാര്യമുണ്ട്. ഓക്കെ, ആ സംഗതി ഇവിടെ ഫൈസൽ മലബാർ ഫോളോ ചെയ്തില്ല, ആ പോസ്റ്റ് ഇട്ടപ്പോൾ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈം ഫൈസൽ മലബാറിൻ്റെ ഭാഗത്ത് സംഭവിച്ചത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇനി എത്ര വെള്ളം പൂശി പുട്ടിയടിച്ച് ഫൈസൽ മലബാറിനെ താങ്ങി നടക്കാനുള്ള ആളുകൾ വന്നിട്ട് അയാൾ അവിടെ വന്നപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്തത് ഇതായിരിക്കും, അടുത്ത നെറേറ്റീവ്. ഞാൻ ഓരോ നെറേറ്റീവ് ഒരുമാർ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം പറയാറുണ്ട്. അപ്പോൾ ഇനിയുള്ള നാളെ മുതലുള്ള നെറേറ്റീവ്, ഫൈസൽ മലബാർ മാപ്പ് പറഞ്ഞില്ലേ, ഫൈസൽ മലബാർ പോസ്റ്റ് ഇട്ടില്ലേ, ഫൈസൽ മലബാർ ക്ലാരിറ്റി കൊടുത്തില്ലേ. ഇത് വായിക്കുന്ന കാണുന്ന ഒരാൾക്ക് ഏത് രീതിക്കും ഇതിന് ക്ലാരിറ്റി എടുക്കാം. ആ ഒരു പോസ്റ്റിന് എന്ത് രീതിയിലുള്ള ഒരു മാനറും കൊടുക്കാം. അതിനകത്ത് ഒരു എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു, നിങ്ങളാണ് തെറ്റുകാർ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപ്പോളജി പറയുന്നത്. എന്ത് കാര്യം? എന്ത് കാര്യം? പറഞ്ഞത് ആരെയാണോ അവരോടാണ് അപ്പോളജി പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ടില്ല പോസ്റ്റിനകത്ത്. പിന്നെ ജസ്റ്റ് എന്താണ് ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചും, അല്ലെങ്കിൽ ഞാനൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈസൽ മലബാറിനെ വെള്ളപൂശാൻ നടക്കുന്നവരും പറയുക എന്താ, 7,000 കോടീൻ്റെ 1000 കോടീൻ്റെ 100 കോടീൻ്റെ മറ്റേ ഇത് ചാരിറ്റി ചെയ്ത കണക്ക്. അതൊന്നും ഉളുപ്പില്ലാത്തവരാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അതായത് ഒരു കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി ചെയ്യുന്ന, ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി ചെയ്യുന്നവന് നാട്ടിൽ 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യാം, എന്ത് വെടലത്തരം ഒപ്പിച്ച് വയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പം പിന്നെ മറ്റേ നാട്ടുകാരൊക്കെ അയ്യോ ചാരിറ്റി ചെയ്യണമല്ലേ, ഒരു വട്ടം ചെയ്താലും കണ്ണടച്ച് വിടാം. ചെയ്യുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ ഒരു കാര്യത്തിൽ റിപ്ലൈ കൊടുക്കാനോ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണോ. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യണം, ഇല്ല അയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇതല്ല. ഫൈസലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങും, മലബാർ ഫൈസലിക്ക. നാളെ വെള്ളി മാറ്റി സ്വർണ്ണാക്കി ഇക്ക കൊടുത്താലോ? ഇക്കാനിപ്പോൾ പൊക്കി പറഞ്ഞ 4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് വരുന്നവർക്ക് വരെ ഫോണും പൈസയും കൊടുക്കുന്ന ആളാണ്. അപ്പം പിന്നെ പൊക്കി പറഞ്ഞ് വെളുപ്പിച്ച് വെള്ള പൂശാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? അല്ല, അങ്ങനത്തെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണെങ്കിലും കൊള്ളാം. അപ്പോൾ അങ്ങനെ 2 ഭാഗത്തുനിന്നും ഓരോ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിന് പറയൂ. ഓക്കെ, ഒരാളുടെ ഭാഗത്തു നിന്ന് അപ്പോളജി, അടുത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ റെസ്പോൺസും. അങ്ങനെയല്ല, ഒരാളുടെ ഭാഗത്തുനിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അയാളുടെ എക്സ്പ്ലനേഷൻ, ഫ്രം ദ അതർ സൈഡ് ദെയർ എക്സ്പ്ലനേഷൻ. ദാറ്റ്സ് ഇറ്റ്. എന്നാൽ ഈ വിഷയം അവിടെ തീരട്ടെ. കൂടുതൽ അങ്ങോട്ട് മോശമായിട്ട് ഇനിയിപ്പോൾ ഫൈസൽ മലബാർ ഉറക്കം നഷ്ടപ്പെട്ട് നടക്കണ്ട. അയാളെ വഴിക്ക് അടുത്ത പ്രാന്തിത്തരങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അയാൾ അങ്ങനെ പോട്ടെ. അതിലാ നോറ അവരുടെ അടുത്ത ഫംഗ്ഷനും കാര്യങ്ങളും പരിപാടികളൊക്കെ ഇട്ട് അവരും പോട്ടെ.